അപ്പം മിനി നിലമ്പൂരിൽ നിന്ന് എന്താ പറയാനുള്ളത്? നമുക്ക് കേൾക്കാം. വേഗം തന്നെ അധികം കാത്തിരിക്കൊന്നും വേണ്ടല്ലേ. അപ്പോഴല്ലേ അനുഭവം പെട്ടെന്ന് കേൾക്കാൻ ഒരു സുഖം. ഹരേ കൃഷ്ണ. ഹലോ ശ്രീകാന്ത് സാർ. ഹായ് ഹലോ. ഞാൻ മിനി നിലമ്പൂരിലാണ് താമസം. നഴ്സാണ്. നടുവേദന കാരണം ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഭർത്താവും 2 ആൺമക്കളുണ്ട്. ത്രിമധുരത്തിൽ ഓരോരുത്തരുടെ അനുഭവം വായിക്കുമ്പോൾ കുറേ ആയി മൂത്ത മോൻ ചെറുതായിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ മോനോട് ചെയ്ത കുട്ടിക്കുറുമ്പ് സാറിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു കേൾക്കാൻ ഒരാഗ്രഹം. മൂത്ത മോൻ ഏകദേശം 2.5 വയസ്സുള്ളപ്പോൾ അമ്മമാരും ഞങ്ങളും കൂടെ ഗുരുവായൂരിലെത്തിയിട്ടോ. മോൻ കുറച്ച് കുറമ്പുള്ള കൂട്ടത്തിലാണേ. നിർമ്മാല്യം തൊഴാനായി നേരത്തെ തന്നെ ക്യൂവിൽ നിന്നു. നീണ്ട ക്യൂ ആണ്. അന്ന് ഇപ്പോഴത്തെ പോലെ ഇരിക്കാൻ സൗകര്യമൊന്നുമില്ല. മണിക്കൂറുകളോളം കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞത്. മോൻ അപ്പോഴേക്കും വാശി പിടിച്ച് തുടങ്ങിയിരുന്നു. ഒരുവിധം സമാധാനിപ്പിച്ച് നിർത്തി. പെട്ടെന്ന് അവൻ കുനിഞ്ഞ് എനിക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അതെടുക്കാൻ പാടില്ല, ഭണ്ഡാരത്തിലിടണമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഇതെൻ്റേതാണ്, എനിക്ക് സ്വാമി തന്നതാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചുട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിൽ ചൂട് കുരുപോലെ പൊന്താൻ തുടങ്ങിട്ടോ. ചൊറിച്ചിലുണ്ട്. അവൻ മിങ്ങിക്കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞു കണ്ണൻ്റെ പൈസ കണ്ണന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിപ്പം മാറുമെന്ന്. അങ്ങനെ മനസ്സോടെ അതിന് സമ്മതിച്ചുട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്കുള്ളിൽ കയറാൻ സമയമായി. പൈസ ഭണ്ഡാരം ചെയ്യിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട് പോലും ശേഷിക്കാതെ എല്ലാം മാഞ്ഞുപോയി. പുറത്തിറങ്ങി മോൻ്റെ തെറ്റിന് ക്ഷമയും പറഞ്ഞ് ആൽരൂപം ചാർത്തിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഹരേ കൃഷ്ണ. ഇപ്പോൾ മോന് 27 വയസ്സുണ്ട്. അവൻ്റെ വിവാഹം സെപ്റ്റംബറിലാണ്. ഇപ്പോഴും മായാത്ത ഓർമ്മയായി ഈ സംഭവം അവൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സർജറി പറഞ്ഞ് ഞാൻ കണ്ണനോട് പറഞ്ഞു പുതിയ ചികിത്സയ്ക്ക് വന്നതാണ്, ഇതും എൻ്റെ കൃഷ്ണൻ മാറ്റിത്തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ. ഹരേ കൃഷ്ണ. ഒരുപാട് നീണ്ടുപോയി എന്നറിയാം. കുറുമ്പ് എന്ന് പറഞ്ഞു അല്ലേ ഉണ്ണിയുടെ. അതുകൊണ്ട് ഇത് കുറുമ്പായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലേ. ഉണ്ണിയെ ഭഗവാൻ അങ്ങനെ കുട്ടികളെ പരീക്ഷിക്കൊന്നുമില്ല. കുട്ടികളോട് ഏറ്റവും സ്നേഹമല്ലേ. അപ്പോൾ ഇത് മനസ്സിൻ്റെ ഒരു വിശ്വാസമായിട്ട് അങ്ങനെ മാറിയെന്ന് തന്നെ പറയാം. എന്താ കഥ? ഒന്നും പറയാനില്ല. അനുഭവങ്ങളുടെ കുത്തൊഴുക്കാണ്. എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിലെ ആളുകളേതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.